പിന്നോട്ടില്ല PM ശ്രീയിൽ കടുപ്പിച്ച് CPI. അങ്ങനെ എളുപ്പത്തിൽ PM ശ്രീ വിഷയത്തിലെ വിവാദം അവസാനിക്കുകയില്ല എന്ന് വ്യക്തമാകുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടു മുൻപ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് എന്ന് പറഞ്ഞ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വളരെ കലുഷിതമായ മുഖത്തോടുകൂടി മാധ്യമങ്ങളെ കാണുന്ന കാഴ്ചയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം കണ്ടത്. നിലപാട് കടുപ്പിക്കുകയാണ് CPI എന്ന് വ്യക്തമാകുന്നു. ഈ കടുപ്പിക്കൽ ഏത് ഘട്ടം വരെ പോകും എന്നുള്ളൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുത്തേക്കില്ല എന്നുള്ള സൂചനകൾ വരികയാണ്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല ബിനോയ് വിശ്വം, പക്ഷേ കടുത്ത തീരുമാനമെടുക്കും എന്നുള്ള പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി നടത്തി. CPI ഉന്നയിച്ച വിഷയങ്ങളിലൊന്നും പരിഹാരമുണ്ടായിട്ടില്ല എന്നാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് ശേഷമുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത്. ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു മുഖ്യമന്ത്രി. ആ സംസാരം വളരെ കോടിയലായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം ഞാൻ അറിയിക്കും. മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു. പിന്നെ അറിയിക്കാം. തീരുമാനം എടുത്തിട്ടില്ലേ? പിന്നാലെ അറിയിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഡർഷിപ്പ് ഉണ്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ അതിനൊക്കെ ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും. എന്റെ പൊന്നു ചങ്ങാതി ബഹളം വെക്കല്ലേ, ഷോട്ട് ചെയ്യല്ലേ, ശാന്തമായിട്ട് നിൽക്ക്. ശബ്ദമായിട്ടൊരു കാര്യമില്ല. അടുത്ത മന്ത്രിസഭ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. LDF യോഗത്തിൽ പങ്കെടുക്കുന്നു. അതറിയില്ല. യഥാസമയത്ത് തീരുമാനം കൈക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പ് അറിയിക്കുന്നത്. ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഉന്നയിച്ച വിഷയങ്ങൾ പരിഹാരം ഉണ്ടായിട്ടില്ല. PM ശ്രീ വിവാദത്തിൽ ആദ്യം മുതലേ CPI കുറ്റപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെയായിരുന്നു. നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ചർച്ച നടത്തി, പരിഹാരമുണ്ടായില്ല. ഒടുവിൽ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചർച്ച നടത്തിയിട്ടും ആ അനുനയ നീക്കം പോലും ഫലം കാണാതെ പോയി. മന്ത്രിസഭ അറിയാതെ രഹസ്യമായി കേന്ദ്രവുമായി കരാർ ഒപ്പുവെച്ചതിന്റെ കടുത്താമർശം CPIക്കുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരമ്പരകൾ CPIയുടെ യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും CPM നടത്തിയ നീക്കത്തിനെതിരെ ശക്തമായ വികാരമാണ് ഉയർന്നത്. ഇതിനിടെ അതൃപ്തി അറിയിച്ചുകൊണ്ട് 4 CPI മന്ത്രിമാർ ഒപ്പിട്ട കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇടത് മുന്നണിയിലെ പാളയത്തിൽ പട TG സജിത്ത് വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, പലതവണ CPI പല വിഷയങ്ങളിൽ പ്രതിഷേധം വ്യക്തമാക്കിയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ കേരളത്തിന് മുന്നിലുണ്ട്. അത് ഒക്കെ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുകയും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അഭിപ്രായങ്ങൾ പ്രകടമാക്കുകയും ചെയ്ത ശേഷം ഇത് പരിഹരിക്കപ്പെട്ടാണ് പോകാറുള്ളത്. ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഇത്, ഞങ്ങളിത് പറഞ്ഞു തീർത്തു എന്ന് CPM-ഉം പിന്നീട് CPI-യിലെ നേതാക്കന്മാരും ഒക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ വിഷയങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ ഏതെങ്കിലും തരത്തിൽ ഒരു നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുകയില്ല. കഴിഞ്ഞാൽ പാർട്ടിയുടെ ആത്മാഭിമാനത്തിന് അത് പ്രശ്നമാണ് എന്നുള്ളൊരു വികാരം ഈ CPI-യുടെ അകത്തുനിന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് കൂടിയാണോ ഇനി ഇതിൽ പിന്നോട്ട് പോകണ്ട, മുഖ്യമന്ത്രി തന്നെ ചർച്ച നടത്തിയിട്ടും അനുനയ ശ്രമത്തിന് വഴങ്ങണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് CPI എടുത്തിരിക്കുന്നത്? എങ്ങനെയാകും ഇനി ഈ സമവാക്യം മുന്നോട്ട് പോവുക? അപർണ, PM ശ്രീ വിവാദം ഈ തരത്തിലേക്ക് മാറുമെന്ന് CPM കരുതിയതല്ല. CPI അനുനയപ്പെടും എന്ന് തന്നെയാണ് അവിടെ കരുതിയതിരുന്നത്.
നമുക്ക് ഇന്നത്തെ പകൽ ദിനത്തെ ഒരു നീക്കങ്ങൾ പരിശോധിക്കാം. ഇതിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങുന്നതോടെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് അവർ പൊതുവിൽ CPM കരുതിയിരുന്നു. അങ്ങനെ CPI അതിൽ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. ഇന്ന് രാവിലെ സംഭവിച്ചത് CPM അടിയന്തരമായി അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ വിഷയത്തിൽ എങ്ങനെ CPI അനുനയിപ്പിക്കണമെന്ന ആലോചനകളാണ് നടത്തിയത്. അവിടെ ഉണ്ടായ തീരുമാനം മുഖ്യമന്ത്രി നേരിട്ട് CPI നേതൃത്വവുമായി ചർച്ച നടത്തി ചില പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നതാണ്. പരിഹാര നിർദ്ദേശങ്ങളായി പൊതുവിൽ ഉയർന്നു വന്ന ഒരു കാര്യം, പൊതുവിൽ ഒരു മെല്ലപ്പോക്ക് പ്രഖ്യാപിക്കുക. അതായത് അപ്രഖ്യാപിതമായ ഒരു മെല്ലപ്പോക്ക് PM ശ്രീയുമായി ബന്ധപ്പെട്ട് നടത്തുക. സാങ്കേതികമായി ഈ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധ്യമല്ല, കാരണം MOU സൈൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരു മെല്ലപ്പോക്ക് ഉണ്ടാവുമെങ്കിൽ തൽക്കാലം ഈ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാം എന്ന ഒരു പ്രതീക്ഷ, അത് CPI അറിയിക്കുക. രണ്ടാമത്തെ കാര്യം, ഇടതുമുന്നണി യോഗത്തിൽ വിഷയം വെച്ച് അവിടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് ഈ വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാക്കുക. ഇതായിരുന്നു രണ്ട് നിർദ്ദേശങ്ങളാണ് പൊതുവിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത്. ഈ ദൗത്യമായി മുഖ്യമന്ത്രി ഇന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നു. ആലപ്പുഴയിൽ 3:30 CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്നു. അവിടെ ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സംഭവിച്ചത് നമ്മൾ നേരത്തെ കേട്ട ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണ്. CPI അനുനയപ്പെട്ടിട്ടില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ഉറപ്പുകളിലും അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നതാണ്. തങ്ങളുടെ അതൃപ്തികൾ അവർ കൃത്യമായി പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ ഈ അനുനയ നീക്കങ്ങളും ഫലം കാണാതെ വരുമ്പോൾ ഇനി എന്തു വഴിയെന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമാവുന്നത്. CPI എന്തായാലും നാളെ കഴിഞ്ഞ് ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിലവിലെ സാഹചര്യത്തിൽ CPI 4 മന്ത്രിമാരും വിട്ടുനിൽക്കുക തന്നെ ചെയ്യും. ആ തീരുമാനവുമായി അവർ മുന്നോട്ട് പോകും. നാളെ അസാധാരണമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ആ തീരുമാനത്തിലേക്ക് തന്നെ CPI പോവുകയും ചെയ്യും. പക്ഷേ അനുനയ നീക്കങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം, CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് എത്ര നാൾ വിട്ടു നിൽക്കേണ്ടി വരും, എന്ത് അടുത്ത തീരുമാനം ഉണ്ടാകുമെന്നതാണ്. എന്തായാലും അനന്തമായി അവർക്ക് വിട്ടുനിൽക്കാൻ കഴിയില്ല, തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം എന്ന് പറയുന്നത് മന്ത്രിസഭാംഗങ്ങളുടെ രാജിയാണ്. അത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയാൽ ഇടതുമുന്നണിയുടെ ഭാവി തന്നെ അവതാളത്തിലാവുന്ന 45 വർഷത്തെ പാരമ്പര്യമുള്ള കേരളത്തിലെ ഇടതുമുന്നണി ഒരു പിളർപ്പിലേക്ക് തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് CPI മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. മുന്നണിക്ക് പുറത്തു നിന്ന് പിന്തുണ കൊടുക്കുന്ന പോലെയുള്ള ഒരു പ്രഖ്യാപനമായി അത് മാറും. പക്ഷേ അതിലേക്ക് പോകുമോ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. ഇപ്പോഴും പന്ത് CPMന്റെ കോർട്ടിലുണ്ട്. ചില ഉറപ്പുകൾ അവർക്ക് നൽകാൻ CPIയുമായി നൽകേണ്ടതുണ്ട്. പക്ഷേ ആ ഉറപ്പ് എന്ത് നൽകുമെന്ന ചോദ്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം CPI അവരുടെ പ്രതികരണം അറിയിച്ച ശേഷമുള്ള ഇനിയുള്ള തുടർ നീക്കങ്ങളാണ് പ്രസക്തമാവുന്നത്. CPM കേന്ദ്രങ്ങൾ ഇക്കാര്യം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ. നാളത്തെ ഒരു പകൽ ദിനയും സ്വാഭാവികമായും വീണ്ടും അനുനയ നീക്കങ്ങൾ ഉണ്ടാവാൻ ചില ഉറപ്പുകൾ നൽകപ്പെട്ടേക്കാം. ഒരുപക്ഷേ CPIയുടെ കേന്ദ്ര നേതൃത്വത്തെ അനുനയപ്പെടുത്തി സംസ്ഥാന നേതൃത്വത്തെ വഴിക്ക് കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ പോലും തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം ശ്രമങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ ആ ശ്രമം എന്ത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. കാരണം PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന ആവശ്യം തന്നെ CPI ഉറച്ചു നിൽക്കുമ്പോൾ, അതേസമയം അത് സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രിയും CPMും നിലപാടെടുക്കുമ്പോൾ എവിടെ എങ്ങനെ പ്രശ്നപരിഹാരം എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത്. കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI വീണ്ടും കടക്കുമോ എന്നതാണ്. എന്തായാലും ആ സാധ്യത തള്ളിക്കളയാൻ സജിത്ത് നമുക്കിനി അറിയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയൊരു സമ്മർദ്ദം CPIക്ക് ഉണ്ടാക്കാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത് CPI തന്നെയാണ് എന്നുകൂടിയുണ്ടോ? അതുകൊണ്ട് ഇതൊരു ഇമേജ് ഉണ്ടാക്കുക, ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് എടുത്ത നിലപാട് ഞങ്ങളുടെ പാർട്ടി പറയുന്നതിന് അല്ലെങ്കിൽ ഈ ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ളതല്ല എന്നുള്ളൊരു നിലപാട് CPI പ്രകടമാക്കുക. അങ്ങനെ അണികൾക്കിടയിലാണെങ്കിലും പ്രവർത്തകർക്കിടയിലാണെങ്കിലും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക. സമ്മർദ്ദം കൊടുക്കാൻ കഴിഞ്ഞു, നിലപാട് ഞങ്ങൾ മുൻപേ വ്യക്തമാക്കിയതല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു വെടിപൊട്ടിക്കലിലേക്ക്, ഒരു പ്രഹസനത്തിലേക്ക് കടക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതിനോട് നമുക്ക് അനുകൂലിക്കേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് UDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇടതുപാളയത്തിൽ ഒരു പിളർപ്പ് എന്ന തരത്തിലുള്ള പ്രചാരണവും നടക്കും. രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞാൽ ഈ CPIയെ ഒപ്പം നിർത്തേണ്ടത് ഇടതുമുന്നണിയിൽ CPMനാണ് വെല്ലുവിളി പ്രധാനമായി ഉണ്ടാവുന്നതെങ്കിൽ കൂടിയും ഫലത്തിൽ ഇപ്പോൾ ഇത് അവസാനത്തിലേക്ക് വരുമ്പോൾ CPIക്ക് മുന്നിലാണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമാവുന്നത്. രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഇതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സാഹചര്യമാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPMനെ പിണക്കി ഒരു പൊതുവിൽ മുന്നണിക്ക് വിവാദങ്ങളുണ്ടാക്കുന്ന ഒരു സാഹചര്യം മുന്നോട്ട് പോയാൽ അത് CPIയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണ്. അതേസമയം ഈ തീരുമാനത്തിൽ നിന്ന് പൊടുന്നനെ പിന്നോട്ട് പോകാനും ആവില്ല. കാരണം അവർക്ക് അവരുടെ അസ്തിത്വം നിലനിർത്തി, അഭിമാനം നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വരണം. അവിടെ അതിനുള്ള അവസരം എങ്ങനെ ഉണ്ടാകുമെന്ന ചോദ്യമാണ്. അവിടെ ആ അവസരത്തിനുള്ള ഒരു സാധ്യത ചില പിഴവുകൾ പറ്റി എന്ന കാര്യം CPM നേതൃത്വം തുറന്നു പറയുക എന്നതാണ്. നോക്കുക, ഇന്ന് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം CPMന്റെ പ്രധാന നേതാക്കൾ ആരും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ അടക്കം പല ഘട്ടങ്ങളിലായി MV ഗോവിന്ദനോട് അടക്കം അഭിപ്രായങ്ങൾ ചോദിച്ചു, തുറന്നു പറയുന്നില്ല. MA ബേബിയോട് പ്രതികരണം ആരാഞ്ഞു, അവരും തുറന്നു പറയുന്നില്ല. അങ്ങനെ പരസ്യ പ്രതികരണത്തിലില്ല എന്ന നിലപാട് അവിടെ എടുക്കുന്നു.
പറയുന്നു. അതിന് കാരണം ഈ അനുനയ ശ്രമങ്ങൾ തുടരുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. ഇനി ഒരു പക്ഷേ പിഴവുകൾ പറ്റിയെന്ന് CPM നേതൃത്വം തുറന്നു പറയുക, അത്തരമൊരു നീക്കമുണ്ടായെങ്കിൽ CPI അനുനയപ്പെട്ടേക്കാമോ? അങ്ങനെ ഉണ്ടായാൽ ഒരു പക്ഷേ CPI തങ്ങളുടെ വാദം വിജയിച്ചു, തങ്ങൾ ചില തിരുത്തലുകൾക്ക് തയ്യാറാക്കി CPM-നെ തിരുത്തിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന വാദം അവർക്ക് ഉന്നയിച്ചേക്കാം. അതുകൊണ്ടുകൂടി CPI എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ച വാദം അതിന് ഭാഗികമായെങ്കിലുമുള്ള ഒരു അംഗീകാരം നേടിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവേണ്ടി അവർക്ക് വരും. അതേസമയം അവർക്ക് മുന്നിൽ ഉണ്ടാകുന്ന മറ്റൊരു വെല്ലുവിളി ഇത് തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ടു മുമ്പായി ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന എന്തായാലും അവർക്ക് ഗുണം ചെയ്യില്ല. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ തന്നെ തുടർന്നുകൊണ്ട് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനം അവർ ആലോചിക്കുന്ന ഘട്ടത്തിൽ മുന്നണിക്ക് പൊതുവിൽ ദോഷകരമെന്ന് മാത്രമല്ല CPIക്ക് പ്രത്യേകിച്ചും അത് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുമാനത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് തീർച്ചയായും CPI തന്നെയാണ്. TG സജിത്താണ് വിശകലനങ്ങൾ നടത്തിയത്.